ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കുറേ ദിവസങ്ങളായി ഞങ്ങൾ ഇരുവരും ഒന്നിച്ച് ഒരു ലൈവിൽ വന്നിട്ട്, അതുകൊണ്ട് ഇന്ന് ഓഡിയൻസിന്റെ ചില ചോദ്യങ്ങൾ, അതിന്റെ ചോദ്യോത്തരവുമായി നിങ്ങളെ സമീപിക്കുവാൻ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. കർത്താവിന്റെ അളവറ്റ കൃപയാണ് ഈ മരിയാത്രയിൽ നമ്മെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ ചോദിക്കുന്ന ചോദ്യങ്ങൾ അത് ചോദിക്കുകയും അതിന് ഉത്തരം പറയുകയും ചെയ്യുമ്പോൾ ചില ആളുകൾ ഈ ചോദ്യങ്ങളൊക്കെ ഞാൻ തന്നെത്താൻ ഉണ്ടാക്കിയതാണ് എന്ന് സാധാരണ നിലയിൽ ഒരു അഭിമുഖം പറയാറുണ്ട്. എന്നാൽ ഈ ചോദ്യങ്ങളൊക്കെ എന്നോട് ആളുകൾ ചോദിക്കുന്നതാണ്. അതിൽ വിഷമം പിടിച്ച ചില ചോദ്യങ്ങൾ മനഃപൂർവ്വമായി ഞാൻ അത് വേണ്ട എന്ന് വയ്ക്കും. കാരണം അതിന്റെ പേരിൽ പിന്നീട് ഒരു പ്രയാസം ഉണ്ടാകേണ്ട എന്ന് വെച്ചുകൊണ്ടാണ് ഞാൻ ആ ചോദ്യങ്ങൾ സാധാരണയായി ഒഴിവാക്കുന്നത്. എന്നാൽ പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിനും പഠനപരമായ വിഷയങ്ങൾക്കും വളരെ പ്രയോജനീകരിക്കുന്ന ചോദ്യങ്ങൾ മനുഷ്യഭയം കൂടാതെ ഞാൻ പറയുകയും അതിന് ഉത്തരം പറയുകയും ആളുകൾ അതിനെ പ്രതികരിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് രാത്രിയിൽ ആ നിലയിലുള്ള 6-7 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും പറയാൻ പോവുകയാണ്. അതിനു മുമ്പ് പാട്ടുകാരല്ലാത്ത ഞങ്ങൾ ഒരു പാട്ട് പാടുവാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നു. വളരെ പഴയ കാലത്തുള്ളൊരു പാട്ടാണ്. നമ്മുടെ ആളുകൾക്ക് എത്ര പേർക്ക് ഇത് നിശ്ചയമുണ്ട് എന്നെനിക്ക് അറിയത്തില്ല. എനിക്കാണെങ്കിൽ പാടാനുള്ള കഴിവില്ല, പാട്ട് ആസ്വദിക്കാനുള്ള കഴിവ് മാത്രമേ ഉള്ളൂ. എങ്കിലും ഞാൻ അതിൽ ട്രൈ ചെയ്യുന്നു. മാനസമോദകമാധുര്യവചനം ധ്യാനിക്കുമ്പോൾ കൃപയേകുപരാം. ഓരോ ഹൃദയത്തിനാവശ്യമതുപോൽ നീരൊഴുകേകിടുക, നീരൊഴുകേകിടുക. പാപന്ധകാര ദുരിതമാക്കും വേദപ്രമാണങ്ങളെ ബോധമുൾക്കൊണ്ടേ വരുണരാൻ നിൻ സ്വരം കേൾപ്പിക്കുക, നിൻ സ്വരം കേൾപ്പിക്കുക. മാനസമോദകമാധുര്യവചനം ധ്യാനിക്കുമ്പോൾ കൃപയേകുപരാം. ഓരോ ഹൃദയത്തിനാവശ്യമതുപോൽ നീരൊഴുകേകിടുക, നീരൊഴുകേകിടുക. ദാസരിൽ ജീവൻ ഏകിയ നാദം ദാസരിൻ കാതുകളിൽ ഓതുകമേൻ ജീവന്റെ വചനം ഈ ബ്രദറാത്തിടുവാൻ, ഈ ബ്രദറാത്തിടുവാൻ. മാനസമോദകമാധുര്യവചനം ധ്യാനിക്കുമ്പോൾ കൃപയേകുപരാം. ഓരോ ഹൃദയത്തിനാവശ്യമതുപോൽ നീരൊഴുകേകിടുക, നീരൊഴുകേകിടുക. പിന്തിരിഞ്ഞോടി താളടിയായി നിൻ കൃപ കൈവെടിഞ്ഞോ. താപമനസാലാവലായി വരുവാൻ നിൻ സ്വരം കേൾപ്പിക്കുക, നിൻ സ്വരം കേൾപ്പിക്കുക. മാനസമോദകമാധുര്യവചനം ധ്യാനിക്കുമ്പോൾ കൃപയേകുപരാം. ഓരോ ഹൃദയത്തിനാവശ്യമതുപോൽ നീരൊഴുകേകിടുക, നീരൊഴുകേകിടുക. നിൻ ജനം നിന്നിൽ സ്വസ്ഥിരരാവാൻ വിൺമഴയേകണമേ. കന്മഷഹീന നിൻമൊഴിയേതും നന്മ
മന്മധുരാമൃതമേ മന്മധുരാമൃതമേ മാനസമോദകമാധുര്യഭജനം ധ്യാനിക്കുമ്പോൾ കൃപയേകുപരാ ഓരോ ഹൃദയത്തിനാവശ്യമതുപോൽ നീരൊഴുകേടുക നീരൊഴുകേടുക പാപന്ധകാരം ദൂരിതമാകും വേദപ്രമാണങ്ങളെ ബോധമുൾക്കൊണ്ടേവരുണരാൻ നിൻ സ്വരം കേൾപ്പിക്കുക നിൻ സ്വരം കേൾപ്പിക്കുക മാനസമോദകമാധുര്യഭജനം ധ്യാനിക്കുമ്പോൾ കൃപയേകുപരാ ഓരോ ഹൃദയത്തിനാവശ്യമതുപോൽ നീരൊഴുകേടുക നീരൊഴുകേടുക. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ വിവിധ സ്ഥലങ്ങളിലായി നിങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്ന് രാത്രിയിൽ പ്രേക്ഷകരായ ചില ആളുകൾ ഞങ്ങളോട് മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങൾ ഫിൽറ്റർ ചെയ്ത് എടുത്തിട്ടുള്ള ചില ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ഇവിടെ ഞങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. സാധാരണയായി ഈ ചോദ്യങ്ങൾ ഞാൻ തന്നെ വായിച്ചിട്ട് ഞാൻ തന്നെ ഉത്തരം പറയുന്ന രീതിയാണ് മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. എന്നാൽ വളരെ ഉത്സാഹിപ്പിച്ച് എൻ്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞു, കുറഞ്ഞ പക്ഷം ഈ ശുശ്രൂഷയുടെ ഭാഗമായി ഈ ചോദ്യം ഒന്ന് വായിച്ചു തരികയും ചെയ്താൽ എനിക്ക് എൻ്റെ ഉത്തരം പറയാൻ ഒരു സൗകര്യം ഉണ്ടാകുമെന്ന്. അങ്ങനെ കഴിഞ്ഞ 1-2 പ്രാവശ്യം പ്രിയപ്പെട്ടവർ സമ്മതിച്ച പോലെ ഈ പ്രാവശ്യവും സമ്മതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ആ ചോദ്യം ചോദിക്കുന്ന സാധാരണയായി വളരെ പതുക്കെയാണ് പുള്ളിക്കാരി ചോദിക്കുന്നത്. അതുകൊണ്ട് ഉറക്കെ ചോദിച്ചാൽ മാത്രമേ പ്രേക്ഷകർ കേൾക്കാൻ കഴിയുള്ളൂ. മാക്സിമം സൗണ്ട് ഉപയോഗിച്ച് ഇപ്പോൾ ഈ ചോദ്യങ്ങൾ ചോദിക്കാം. ഇതിൽ ചില ചോദ്യങ്ങൾ വിമർശനാത്മകം എന്നൊരു പക്ഷേ നിങ്ങൾ തോന്നാം, പക്ഷേ എന്നോട് അംഗീകരിച്ചുകൊണ്ട ചോദ്യങ്ങളാണ്. അത് വിമർശനാത്മകമായി തോന്നിയാലും പ്രയോജനകരമായ ചോദ്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഈ ഉത്തരം പറയുന്നതാണ്. ആദ്യത്തെ ചോദ്യം ചോദിച്ചാട്ടെ. നോഹയുടെ കാലത്തെ പ്രളയം ഭൂമി മുഴുവൻ വന്നതാണ് എങ്കിൽ ഭൂമിയിലെ അല്പായ സസ്യങ്ങൾ പിന്നീട് ഭൂമിയിൽ ഉണ്ടായത് എങ്ങനെയാണ്? ഇവിടെ പ്രധാനപ്പെട്ട ചോദ്യം ഒരാൾ ചോദിച്ചിട്ടുണ്ട്. നോഹയുടെ കാലത്തെ പ്രളയം ലോക്കലായിട്ടുള്ള ഒരു പ്രളയമായിരുന്നു, അതോ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഭൂമി മുഴുവൻ ഉണ്ടായിരുന്ന ഒരു വേൾഡ് വൈഡ് കാറ്റക്ലിസം ആയിരുന്നു? വേൾഡ് വൈഡ് കാറ്റക്ലിസം ആയിരുന്നെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ ഹെർബൽസ് ഒക്കെ, അതായത് ഹെർബ്സ് ഒക്കെ ഭൂമിയിൽ പിന്നെ ഉണ്ടായത്? അല്പായുസുള്ള ചില ചെടികളുണ്ട്. നമ്മളൊക്കെ പച്ചക്കറിക്കാണ് കഴിയുന്ന പാവല്, വെണ്ടയ്ക്കായ, വഴുതനങ്ങ, പടവലങ്ങ, പിന്നെ തുടങ്ങിയ അതുപോലെയുള്ള ചില ആയുർവേദ സസ്യങ്ങള്, ഇവയൊക്കെ 150 ദിവസത്തെ വെള്ളം കെട്ടി നിന്ന ആ പ്രതീതിയിൽ അവയൊക്കെ വീണ്ടും പുനർജനിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായി സംഭവിച്ചാണോ? അങ്ങനെയാണെങ്കിൽ നോഹയും അദ്ദേഹത്തിന്റെ ഇമ്മീഡിയറ്റ് ലൊക്കാലിറ്റിയിൽ മാത്രമായിരുന്നുവോ ഈ പ്രളയം, അഥവാ യൂണിവേഴ്സൽ കാറ്റക്ലിസം ആയിരുന്നുവോ എന്നുള്ളതാണ് ചോദ്യം. അതിന്റെ ഉത്തരം ഞാൻ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു. നമ്മുടെ വിശ്വാസത്തിന്റെയും പ്രായോഗികതയുടെയും അടിസ്ഥാനം വിശുദ്ധ വേദപുസ്തകമാണ്. വേദപുസ്തകം ദൈവത്തിന്റെ നിശ്വസ്തമായ വചനം നമ്മൾ വിശ്വസിക്കുന്നു. ഗോഡ് ഇൻസ്പയർഡ് വേർഡ് ഓഫ് ഗോഡ് ആണ്. അതുകൊണ്ടാണ് ബൈബിളിനെ ഇൻഫാലിബിൾ എന്ന് നമ്മൾ വിശ്വസിക്കുന്നത്. വി സ്ട്രോങ്ലി ബിലീവ് ദ ബൈബിൾ ഇസ് ഇൻഫാലിബിൾ. വേദപുസ്തകം തെറ്റുകൂടാത്ത ദൈവവചനമാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഡോക്ടർ വീണ സ്റ്റാൻലി, വെൽക്കം ടു അവർ പ്ലാറ്റ്ഫോം ടു ലിസണേഴ്സ്. അതുകൊണ്ട് ഇവിടെ ശ്രദ്ധിക്കുക, ഈ നോഹയുടെ കാലത്തുണ്ടായ പ്രളയം ആ ലൊക്കാലിറ്റിയിൽ മാത്രം ഉള്ളതായിരുന്നെങ്കിൽ ആ ലൊക്കാലിറ്റിയിലുള്ള ജീവികളോ അല്ലെങ്കിൽ മൃഗജാലങ്ങളോ സസ്യങ്ങളോ മാത്രമേ നശിക്കുകയുള്ളൂ. എന്നാല് കർത്താവായ യേശു ക്രിസ്തു താൻ സുവിശേഷങ്ങളിൽ പറയുമ്പോൾ ഇപ്രകാരം പറയുന്നുണ്ട്, ഞാന് ആ നോഹയുടെ പ്രളയത്തെ കുറിച്ച് കർത്താവായ യേശു പരാമർശിക്കുന്നു. അതുപോലെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുമ്പോൾ ഞാൻ നോഹയുടെ കാലത്തെ പോലെ ഇനിയും ഭൂമിയെ മുഴുവൻ വെള്ളം കൊണ്ട് ന്യായം വിധിക്കുകയില്ല എന്ന് പ്രവാചകൻ പറയുന്നു. പ്രവാചകൻ കൂടെ കർത്താവാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് നോഹയുടെ കാലത്തുണ്ടായ പ്രളയം വേൾഡ് വൈഡ് കാറ്റക്ലിസം ആയിരുന്നു, അതായത് ലോകത്തെ മുഴുവൻ വിഴുങ്ങിയ മഹാപ്രളയമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഇവിടെ യുക്തിക്ക് നിരക്കാത്ത ഒരു ചോദ്യമുണ്ട്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 150 ദിവസത്തോളം ആഴിയുടെ അടിത്തലങ്ങൾ തുറക്കുകയും ആകാശ കിളിവാതിൽ തുറന്ന് വെള്ളം ഭൂമിയിലേക്ക് വരികയും ഭൂമി വെള്ളത്താൽ പെരുകുകയും ചെയ്ത സമയത്ത് ഭൂമിയിലെ സകല വൃക്ഷലതാദികളും നശിച്ചുപോയി. അങ്ങനെ നശിച്ചു പോകുമ്പോൾ വളരെ അല്പായുസുള്ള ചെടികൾ, അതുപോലെ ഫലവൃക്ഷങ്ങൾ, ഇതൊക്കെ
എങ്ങനെയാണ് പിന്നീട് ഭൂമിയിൽ ഉണ്ടായി വന്നത്? അതിന് ഏതെങ്കിലും യുക്തിസഹജമായ മറുപടി ഉണ്ടോ എന്നാണ് ഒരു ചോദ്യകർത്താവ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ഉത്തരം ഞാനിങ്ങനെ പറയാം. ദൈവം സർവശക്തനായ ദൈവമാണ്. ദൈവത്തിന്റെ പ്രൊവിഡൻഷ്യൽ പ്രിസർവേഷനിൽ ഈ ചെടികളെയോ അതിന്റെ വേരുകളെയോ അതിന്റെ സീഡുകളെയോ ഒക്കെ പ്രകൃതിയുടെ നിയമത്തിന് വിപരീതമായ നിലയിൽ സൂക്ഷിക്കാൻ ദൈവത്തിന് സാധിക്കും. കാര്യം ഗോഡ് ഈസ് ദ ക്രിയേറ്റർ. ദൈവം സൃഷ്ടാവായ ദൈവമാണ്. സൃഷ്ടാവായ ദൈവമാകിയാൽ ഉണ്ടാകട്ടെ എന്ന ഉച്ചാരണം കൊണ്ട് സകലത്തെ ഉളവാക്കിയ ദൈവത്തിന് തന്റെ പ്രൊവിഡൻഷ്യൽ പ്രിസർവേഷനിൽ ഈ പറയപ്പെട്ട എല്ലാ ജീവജാലങ്ങളെ സംബന്ധിച്ചും അല്ലെങ്കിൽ സസ്യങ്ങളെ സംബന്ധിച്ചും ഹെർബ്സിനെ സംബന്ധിച്ചും ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. അവയെ ആ നിലയിൽ വീണ്ടും മുളപ്പിക്കാൻ ദൈവത്തിന് സാധിക്കും. ദൈവം സർവശക്തനാണ്. ഇനി അങ്ങനെയല്ല എന്ന് വന്നു കഴിഞ്ഞാൽ അങ്ങനെ വംശനാശം സംഭവിച്ചു പോയ സസ്യാദികൾക്ക് ദൈവം ഒരു പുനഃസൃഷ്ടി നൽകി എന്ന് വിശ്വസിച്ചതിലും തെറ്റില്ല. രണ്ടായിരുന്നാലും നോഹയുടെ കാലത്തെ പ്രളയം ആഗോള വ്യാപകമായി ലോകത്തെ ബാധിച്ചതും ലോകത്തിലുള്ള സകല ജീവജാലങ്ങളെയും അങ്ങനെ കർത്താവ് പറഞ്ഞ ഭൂമിയിൽ നോഹ ജീവിച്ചിരുന്ന നിലവിയുടെ പരിസര പ്രദേശങ്ങൾ മാത്രമല്ല, ഭൂമിയിൽ മനുഷ്യന്റെ വഷളത്വം അത്യന്തം പെരുകി. അതുകൊണ്ട് ഞാൻ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കാൻ അനുദപിക്കുന്നു എന്ന് ദൈവം പറഞ്ഞു. അപ്പൊ ഭൂമി എന്ന് മൊത്തത്തിൽ പറഞ്ഞതുകൊണ്ട് സംശയിക്കേണ്ട ആവശ്യമില്ല. ഭൂമി മുഴുവൻ വെള്ളത്താൽ വിഴുങ്ങപ്പെട്ടു എന്നും എന്നാൽ അവയിൽ നിന്ന് ദൈവം ഈ പ്രളയാനന്തരം ഒരു പുനഃസൃഷ്ടി ചെയ്തുവെന്നും ന്യായമായി നമുക്ക് വിശ്വസിക്കാം. വേദപുസ്തകം ദൈവവചനമാകിയാലും അത് തെറ്റുകൂടാത്ത ദൈവത്തിന്റെ വചനമാകിയാലും ആ നിലയിൽ വിശ്വസിക്കുന്നത് യാതൊരു തെറ്റും ഇല്ല എന്നാണ് ഒരു വേദ വിദ്യാർത്ഥിയായിരുന്ന എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുള്ളത്. ഈ ചോദ്യത്തിന് ഞാൻ നൽകിയ ഉത്തരം ഒരു പരിധിവരെ നിങ്ങളുടെ സംശയത്തിന് പരിഹാരമായി തീർന്നു എന്ന് കർത്താവ് ഞാൻ വിശ്വസിക്കുന്നു. Let us go to the second question. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമുക്കിപ്പോൾ പ്രവേശിക്കാം. ദാവീദ് രാജാവിനെ ഇസ്രായേലിന്റെ രാജാവായി ദൈവം തെരഞ്ഞെടുത്തതാണെങ്കിൽ എന്തുകൊണ്ട് അവൻ അലഞ്ഞു തിരിഞ്ഞ് നടക്കുവാൻ ദൈവം അനുവദിച്ചു? അതെ, ദാവീദ് രാജാവിനെ ഇസ്രായേലിന്റെ സിംഹാസനത്തിൽ ഇസ്രായേലിന്റെ രാജാവായി ദൈവം നേരിട്ട് തെരഞ്ഞെടുത്ത വ്യക്തിയാണെങ്കിൽ തന്റെ സിംഹാസനം തനിക്ക് നൽകാതെ ദാവീദ് ശൗലിനെ ഭയന്ന് എന്തുകൊണ്ട് സീൻ മരുഭൂമിയിലും അതുല്ലാം ഗുഹയിലും താഴ്വരകളിലും മലയുടെ പിളർപ്പുകളിലും ഗുഹകളിലും ഒക്കെയായി ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കേണ്ടതായി പോകുന്നു? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ദൈവമാണ് ഈ കാര്യങ്ങൾ ചെയ്തതെങ്കിൽ എന്തുകൊണ്ട് ഈ നിലയിൽ ദാവീദ് അങ്ങനെ നടക്കേണ്ടതായിട്ടുള്ള ഗതികേട് വന്നു എന്നാണ് ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്. വേദപുസ്തകത്തിലെ പല കഥാപാത്രങ്ങളുടെയും ജീവചരിത്രത്തിന്റെ പിന്നാമ്പുറം നമ്മൾ പഠിക്കുമ്പോൾ ദൈവം പ്രധാനമായി ഉപയോഗിച്ചുള്ള പല ആളുകളുടെയും ജീവിതത്തിൽ പരീക്ഷകളും പരിശോധനകളും ഒരു ചങ്ങല പോലെ അവരുടെ ജീവിതത്തെ പിന്തുടരുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ആ കാര്യത്തിൽ പറയാൻ കഴിയുന്നുണ്ട്. ഈ ചോദ്യം തന്നെ വേറെ ചോദിക്കാം. ദൈവമാണ് അബ്രഹാമിനെ വിളിച്ച് ഇസ്രായേൽ ജനതയുടെ പൂർവ്വപിതാവായി തെരഞ്ഞെടുത്തത് എങ്കിൽ എന്തുകൊണ്ട് സാറ മച്ചിയായിരുന്നു, അവർക്ക് മക്കളുണ്ടായില്ല? എന്തുകൊണ്ട് ദൈവം ഇസ്ഹാക്കിന്റെ ഭാര്യയായ റെബേക്കയുടെ ഗർഭത്തെ അടച്ചു കളഞ്ഞു? എന്തുകൊണ്ട് ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ മുതലായ എബ്രായ ബാലന്മാർ ദൈവസ്ഥലിൽ വിശ്വസ്തരായി നിലകൊണ്ടിട്ടും അവരെ തീച്ചൂടിയിലേക്ക് വലിച്ചെറിയുവാൻ ഒരു ജാതീയ രാജാവിനെ ഏൽപ്പിച്ചു? എന്തുകൊണ്ട് ദേശം മുഴുവൻ ഭരിക്കുവാൻ തെരഞ്ഞെടുക്കപ്പെട്ട 123 പ്രമുഖന്മാരായ ആളുകളിൽ ഭക്തരായിരുന്ന ദാനിയേലിനെ പിടിച്ച് സിംഹങ്ങളുടെ കൂടെ ഗുഹയിൽ ഇടുവാനായിട്ട് ഇടയായിത്തീർന്നു? എന്തുകൊണ്ട് യോഹന്നാൻ സ്നാപകന്റെ ശിരച്ഛേദം ചെയ്യുവാൻ ഹേരോദാവിനെ ദൈവം അനുവദിച്ചു? എന്തുകൊണ്ട് പൗലോസ് അപ്പോസ്തലനെ നീറോ ചക്രവർത്തി വാളുകൊണ്ട് വെട്ടിക്കൊന്നു? എന്തുകൊണ്ട് യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ ഗളച്ഛേദം ചെയ്തു? ഇങ്ങനെ ധാരാളം ചോദ്യങ്ങൾ ബൈബിൾ വിളിച്ചതും ചോദിക്കാൻ കഴിയും. എന്തുകൊണ്ട് 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 എന്നുള്ള ചോദ്യത്തിന് പലതിനും മാനുഷികമായി നമുക്ക് ഉത്തരം പറയാൻ കഴിയില്ല. ഒരിക്കൽ ഞാൻ തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്ന സമയത്ത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് കുന്നംകുളത്ത് ചെറിയ ബൈബിൾ സ്കൂൾ ഉണ്ടായിരുന്നു. ആ ബൈബിൾ സ്കൂളില് പഠിപ്പിച്ചിട്ട് ബസ് കാത്തു നിൽക്കുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരൻ ബസ്സിനകത്ത് കീഴടക്കി ഒരു പുസ്തകം വെക്കുകയാണ്. അപ്പൊ ഈ എക്സി പബ്ലിക്കേഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിന്റെ അനൗൺസ്മെന്റ് എന്തുകൊണ്ട് 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 ഒരുപാട് എന്തുകൊണ്ട് 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 എന്ന ചോദ്യത്തിന് ഉത്തരം പറയുകയാണ്. അപ്പൊ എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം ധാരാളം നമുക്ക് ചോദിക്കാനുണ്ട്. പക്ഷെ ആ ചോദ്യത്തിനൊക്കെ ഉത്തരം പറയേണ്ടത് ആത്യന്തികമായ ദൈവമാണ്. എന്നാൽ ദൈവം തന്റെ പർപ്പസിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള പല ഭക്തന്മാരായ ആളുകളുടെയും ജീവചരിത്രത്തിന്റെ മുൻകാല ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ ദൈവം അവരെ തങ്ങളെ നിയോഗിച്ച ശുശ്രൂഷയ്ക്ക് അവർ കൊള്ളാവുന്നവരാണോ എന്ന് വെളിവാകേണ്ടതിനും അവരുടെ ആത്മധൈര്യം അവർ ദൈവസന്നിധിയിൽ പ്രകടമാക്കേണ്ടതിനും ദൈവത്തിലുള്ള ഭക്തിയും വിശ്വാസവും സമർപ്പണവും അവർ ഉപേക്ഷിച്ച് കളയാതെ ജീവിത പ്രതിസന്ധികളിൽ കൂടെ അവർ മുമ്പോട്ട് പോയി ക്രിയാത്മകമായ ചിന്താധാര കൊണ്ട് അവരെക്കുറിച്ച് ദൈവം ഉദ്ദേശിച്ച കാര്യങ്ങൾ അവർ നിവർത്തിക്കുമെന്ന് വെളിപ്പെടുത്തുവാനും ദൈവം ചില പരിശോധനകൾ കൂടി അവരെ കടത്തിവിട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാളായിരുന്നു ദാവീദ്.
ദാവീദിനെ ഇല്ലായ്മ ചെയ്യുവാൻ ശൗൽ ശ്രമിക്കുകയും അവന്റെ പിന്നാലെ അവനെ ആക്രമിക്കുവാനായി കൊല്ലുവാനായി നടക്കുകയും ചെയ്തത് സത്യമാണ്. എങ്കിലും ദാവീദ് അലഞ്ഞു തിരിഞ്ഞ് നടക്കാനായിട്ട് ദൈവം ഒരു അവസരം ഉണ്ടാക്കി. ഇതിന് സമാനമായ ചോദ്യമല്ലേ നിഷ്കളങ്കനായിരുന്ന യോസേഫിനെ 17-ാമത്തെ വയസ്സിൽ തന്നെ സഹോദരന്മാർ എന്തുകൊണ്ട് മിദ്യാനികൾക്ക് വിറ്റുകളഞ്ഞു? എന്തിനവൻ പോയി കാരാഗ്രഹത്തിൽ കിടന്നു? എന്തിനവനെ ചെയ്യാത്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കേണ്ടായി വന്നു? ഇതൊക്കെ ചില കാര്യങ്ങൾ നമുക്കൊരു മർമ്മ വിഷയമായിരിക്കുന്നു. എന്നാൽ ഒരു കാര്യം മാത്രമേ എനിക്ക് അതേക്കുറിച്ച് പറയാൻ കഴിയും. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാം നന്മയല്ല. എല്ലാ ജീവിതത്തിലെ സംഭവങ്ങളുടെയും അവസാനം നന്മയായി പരിണമിക്കുന്നില്ല. എന്നാൽ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ വിളിയിലും തെരഞ്ഞെടുപ്പിലും ഉൾപ്പെട്ട ദൈവജനത്തിന് വന്നു ഭവിക്കുന്നത് എല്ലാം അവരുടെ ജീവിതത്തിൽ നന്മയ്ക്കായി ദൈവം കൂടി വ്യാപിപ്പിക്കുന്നു എന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. അതിന് പക്ഷേ രോഗമാകാം, ദുഃഖമാകാം, മാനസിക പീഡകളാകാം, സാമ്പത്തിക ക്ലേശങ്ങളാകാം, ശത്രുതയാകാം, എതിരാളികളാണല്ലോ നിരന്തരമായ വിമർശനങ്ങളാകാം, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ അകാല ചരമങ്ങളാകാം, അപ്രതീക്ഷിതമായ ആക്സിഡന്റുകളാകാം, ഏതുമാകാം, ഇതെല്ലാം ദൈവം നന്മയ്ക്കായി കൂടി വ്യാപിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ദാവീദിന്റെ ജീവിതത്തിലും ദൈവം ചെയ്തതെല്ലാം നന്മയ്ക്കായി ദൈവം കൂടി വ്യാപരിപ്പിച്ചു എന്ന് വിശ്വസിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം അത്തരം പരിശോധനകളെ പലപ്പോഴും അയച്ചു തരാറുണ്ട്. ആ പരിശോധനകൾ നമ്മൾ തളരുകയല്ല, പൂർവാധികം ശക്തി പ്രാപിച്ച് വിശ്വാസത്താൽ ഞാൻ ഈ പരീക്ഷയുടെ പിന്നാലെ പുറപ്പെടും, വിശ്വാസത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും, ഞാൻ ഈ ശത്രുവിന്മേൽ ജയഘോഷം മുഴക്കും എന്ന് പറഞ്ഞ ദാവീദിനെ കരുത്തുള്ളവനാക്കി മാറ്റുവാൻ, ഇസ്രായേലിനെ ഭരിക്കുവാൻ കൊള്ളാവുന്ന കരുത്തനായ രാജാവായി മാറ്റുവാൻ ഈ സാഹചര്യം അവന്റെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചു എന്ന് ന്യായമായി നമുക്ക് വിശ്വസിക്കാം. Now let us go to the third question. ഒരു സുശേഷകാരന്റെ പ്രായോഗിക ജീവിത സാക്ഷ്യം നഷ്ടപ്പെട്ടു പോയാൽ അദ്ദേഹമോ ഒരു മൂപ്പനോ ആത്മീയ ശുശ്രൂഷയിൽ തുടരുന്നത് യോഗ്യമാണ്. ഇത് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഇവിടെ മഹാരാഷ്ട്രയിൽ എത്തിയ ശേഷം എന്നോട് ഒരാൾ ടെലിഫോണിൽ കൂടെ വിളിച്ചു ചോദിച്ച ചോദ്യമാണ്. അപ്പൊ ഇത് ചോദിക്കുമ്പോൾ ഈ കർത്താവായ യേശു ക്രിസ്തു അന്ത്യ അത്താഴം ശിഷ്യന്മാരുമായി കഴിക്കുന്ന സമയത്ത് ഈ ശിഷ്യന്മാരോട് നോക്കി പറഞ്ഞു, ഞാൻ 12 പേരെ അല്ലയോ തിരഞ്ഞെടുത്തത്, അതില് ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും എന്ന് പറഞ്ഞു. അപ്പോൾ പത്രോസ് തുടങ്ങി യോഹന്നാൻ വരെയുള്ള ഓരോ ശിഷ്യന്മാരും അന്യോന്യം നോക്കിയിട്ട് ഞാനോ കർത്താവേ എന്ന് ചോദിച്ചു. അപ്പൊ പത്രോസ് ചോദിച്ചത് ഞാനാണോ? ഇങ്ങനെ ഓരോരുത്തർ ചോദിക്കുകയാണ്. അപ്പൊ കർത്താവ് പറഞ്ഞു, എന്നോടുകൂടെ കൈ താഴത്തിൽ മുക്കുന്നവൻ തന്നെ അത് ചെയ്യും എന്നാണ് കർത്താവ് പറഞ്ഞത്. ഇസ്കരിയോത്ത യൂദയെ കുറിച്ച് അത് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ സ്വാഭാവികമായി ഏതെങ്കിലുമൊക്കെ അങ്കലാപ്പിലോ പ്രയാസങ്ങളിലോ ഒക്കെ അകപ്പെട്ടു പോയിട്ടുള്ള സുവിശേഷന്മാരോ മൂപ്പന്മാരോ ഒക്കെ ഉണ്ടെങ്കിൽ അവർ പറയുമ്പോൾ മനഃപൂർവ്വം ഇരുന്നുകൊണ്ട് ഞങ്ങളുടെ കാത് കടിച്ചു പറിക്കുക എന്ന് പറയും. കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങനെ എന്നെ ഒരുപാട് ആക്ഷേപം ചെയ്തിട്ടുണ്ട്. അറിയാത്ത കാര്യങ്ങളൊക്കെ പല ആളുകളും എഴുന്നിട്ട് ഞാൻ അറിയാത്ത വൻ കാര്യങ്ങൾ എന്നോട് ചോദിക്കുന്നു, ദാവീദ് തന്നെ കുറിച്ച് പറഞ്ഞു. അപ്പൊ അത് പല ആളില്ല, നുണയന്മാരായ ആളുകൾ എഴുന്നേറ്റ് ഞാൻ അറിയാത്ത വൻ കാര്യങ്ങളെ എന്നോട് ചോദിക്കുന്നു. അപ്പൊ ദാവീദിനായിട്ട് കുറെ നുണയന്മാരെ അവൻ അറിയാത്ത കാര്യങ്ങളെ അവന്റെ മേൽ ആരോപിച്ച് അവനെ ഉപദ്രവിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. ഈ ചോദ്യം സത്യമായിട്ട് എന്നോട് ചോദിച്ചാണ്. ഈ ചോദ്യം ചോദിച്ചതായതുകൊണ്ട് ഞാൻ വേറൊരു സഹോദരനോട് എന്നോട് ചോദിച്ച വ്യക്തി ഏതൊരു വിഷയത്തിൽ ചോദിച്ചോ ഞാൻ ആ വേറൊരു സഹോദരനോട് അതിന്റെ വശം അറിയാൻ വേണ്ടി അദ്ദേഹത്തെ വിളിച്ച് അത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു സുവിശേഷകനോ ഒരു സഭാമൂപ്പനോ തങ്ങളുടെ പ്രായോഗിക ക്രിസ്തീയ ജീവിത സാക്ഷ്യത്തിന് തകരാറ് ഉണ്ടായാൽ കഴിഞ്ഞാൽ പിന്നീട് അതേ ആ ശുശ്രൂഷയിൽ തുടരുന്നത് ശരിയാണോ എന്നാ ചോദ്യം. ഇത് വാസ്തവത്തിൽ എന്നെ കൊണ്ട് പറഞ്ഞു വെറുതെ എന്നെ കൊണ്ട് ആളുകളെ കൊടുത്തിട്ട് എന്നെ തല്ലേണ്ട ആവശ്യമില്ല. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ശരിയല്ലെന്നുള്ളത് നമുക്കറിയാമല്ലോ. പ്രായോഗിക ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിലെ ഏറ്റവും അതിപ്രധാനമായ ഒരു ഘടകമാണ്. അതായത് നമ്മുടെ ലിപ്സും ലൈഫും ഒരുപോലെ ആയിരിക്കണം, പറയുന്ന പോലെ തന്നെ പ്രവർത്തിക്കണം. മഹാത്മാഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം യാത്ര ചെയ്ത ട്രെയിനിൽ നിന്ന് അദ്ദേഹത്തെ കിക്ക് ഔട്ട് ചെയ്തിട്ടുള്ള അവിടുത്തെ വെള്ളക്കാരായ ആളുകളായിരുന്നു. ആ വെള്ളക്കാർ തന്നെ മഹാത്മാഗാന്ധിയുടെ കയ്യിലേക്ക് ഗോസ്പൽ ബുക്ക്ലെറ്റുകൾ വെച്ച് നീട്ടി. അപ്പൊ അദ്ദേഹം പിന്നീട് ഒരിക്കൽ അദ്ദേഹത്തിന്റെ ഡെയിലി ഡയറിയിൽ എഴുതിയപ്പോൾ അദ്ദേഹം ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, ഐ ലവ് ദ ക്രൈസ്റ്റ് ഓഫ് ക്രിസ്ത്യാനിറ്റി ബട്ട് നോട്ട് ദ സോ കോൾഡ് ക്രിസ്ത്യൻസ്. അതായത് ക്രൈസ്തവരുടെ ക്രിസ്തുവിനെ എനിക്ക് ഇഷ്ടമാണ്, എന്നാൽ ക്രിസ്ത്യാനികളെ എനിക്ക് ഇഷ്ടമല്ല. എന്താണെന്നറിയോ? their life is not in harmony with their lives. പല ആളുകളുടെയും പ്രസംഗവും ഉപദേശവും ജീവിതവും തമ്മിൽ പൊരുത്തപ്പെട്ടു പോകുന്നില്ല. പ്രായോഗികമായി ദൈവനാമ മഹത്വത്തിന് യോഗ്യമല്ലാത്ത അനിഷ്ടമായ സംഭവങ്ങൾ നമ്മുടെയൊക്കെ ജീവിതങ്ങളിലോ വ്യക്തി ജീവിതങ്ങളിലോ വീടുകളിലോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ശുശ്രൂഷകന്മാർ വേദപുസ്തകം വെച്ചുകൊണ്ട് പിന്നീട് ഉപദേശിക്കുന്നത് ദൈവസന്നിധിയിലും സമൂഹത്തിന് മുൻപാകെയും യോഗ്യതയല്ല.
മാതൃകയില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ ആളുകളോ നമ്മളൊക്കെ അകപ്പെട്ടു പോയി കഴിഞ്ഞാൽ മറ്റുള്ള ആളുകളോട് നാം സുവിശേഷം പറയുമ്പോൾ താങ്കൾ പ്രസംഗിക്കുന്ന സുവിശേഷം എന്താണെന്ന് മറ്റുള്ളവർ നമ്മോട് ചോദിക്കും. അങ്ങനെ ദൈവനാമം ദുഷിക്കപ്പെട്ട ഇടയായിത്തീരും. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ അപ്പോസ്തലൻ പറഞ്ഞത്, നിങ്ങൾ നിമിത്തം ദൈവത്തിന്റെ നാമം ജാതികളുടെ ഇടയിൽ ദുഷിക്കുവാൻ ഇടയായിത്തീരുന്നു. മറ്റുള്ള ആളുകളുടെ മുമ്പാകെ നാം ക്രിസ്തുവിനെ വരച്ച് കാണിക്കണം. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ കൂടിയാണ്. ഇന്ന് രാവിലെ ഒരു ലൈവിൽ ഞാൻ പറഞ്ഞ പോലെ ഒരിക്കലും ഒരു സിൽവർ സ്മിത്തിന്റെ അടുത്ത്, അതായത് തട്ടാന്റെ അടുത്ത് ഒരു മനുഷ്യന് അദ്ദേഹം ഉമിത്തിയിൽ വെള്ളിയിട്ടിട്ട് ഊതിക്കഴിച്ചതിലെ കീടങ്ങളെ അകറ്റി അതിനെ ആഭരണമാക്കി രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തോട് ഒരു മനുഷ്യൻ ചോദിച്ചു, ഹൗ ഡു യു നോ ദാറ്റ് ദിസ് ഇസ് കംപ്ലീറ്റ്ലി പ്യൂരിഫൈഡ്? ഈ വെള്ളി മുഴുവനായി ശുദ്ധമായി തീർന്നു വന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? അദ്ദേഹം വളരെ സിമ്പിളായിട്ട് ഒരു മറുപടി പറഞ്ഞു. അതായത്, when I see the reflection of my face in that silver, I understand that it is fully purified. എന്റെ മുഖം ആ വെള്ളിയിൽ തിളങ്ങുന്നതായി ഞാൻ കാണുമ്പോൾ എനിക്കത് സമ്പൂർണ്ണമായി കീടങ്ങൾ മാറ്റപ്പെട്ടതായി കാണാൻ കഴിയും. അദ്ദേഹം പറഞ്ഞത് സാധ്യതയാണ് ഒരു വിശ്വാസിയുടെ അല്ലെങ്കിൽ ഒരു സുവിശേഷകന്റെ അല്ലെങ്കിൽ ഒരു സഭാമൂപ്പന്റെ ജീവിതത്തിലൂടെ റിഫ്ലക്ട് ചെയ്യപ്പെട്ടത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെയാണ്. യേശുക്രിസ്തുവിന്റെ സ്വഭാവമാണ്, യേശുക്രിസ്തുവിന്റെ മനോഭാവമാണ്. യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ കാണിച്ച ജീവിത വിശുദ്ധിയാണ്. അതായത് താനെ പല സ്ത്രീകളോടുകൂടെയും പുരുഷന്മാരുടെ കൂടെയും ചുങ്കക്കാരുടെ കൂടെയും പാപികളുടെ കൂടെയും ഒക്കെ അവൻ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും അവരുടെ ജീവിതത്തിലെ ഒരു മാലിന്യവും യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് കർത്താവ് യേശു സദൈര്യം പറഞ്ഞത്, ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കുന്നു. അപ്പൊ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം മാതൃകയുള്ളവരായിട്ടാണ് ഇരിക്കേണ്ടത്. അപ്പൊ പ്രത്യേകിച്ച് ദൈവസഭയെ ഉപദേശിക്കുന്നവർ, ആ ശുശ്രൂഷ സ്ഥാനത്തേക്ക് വരുന്ന മൂപ്പന്മാരായ ആളുകൾ, സുവിശേഷീകരണത്തിനായി പുറം ലോകത്ത് നിൽക്കുന്ന സുവിശേഷകന്മാർ, അവരുടെ നെഞ്ചിന് നേരെ പുറം ലോകം വിരൽ ചൂണ്ടിക്കൊണ്ട് നിങ്ങൾക്ക് ഇത് പ്രസംഗിക്കാൻ കഴിയും എന്ന് ചോദിക്കുന്ന ജീവിത പശ്ചാത്തലം അവരുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഈ വേദപുസ്തകമൊക്കെ കയ്യിൽ വെച്ച് വായിച്ചുകൊണ്ടിരുന്നുകൊണ്ട് ബാക്കി പബ്ലിക് ശുശ്രൂഷകൾ അവർ നിർത്തുന്നതാണ് ദൈവനാമത്തിന് ഏറ്റവും യോഗ്യവും മാന്യവുമായ പ്രവൃത്തി. അല്ലാത്തത് ദൈവനാമത്തിന് അപമാനകരമായ പ്രവൃത്തിയാണ് എന്ന് ആവർത്തിച്ച് പ്രസ്താവിക്കാതിരിക്കാൻ തരമില്ല. ഒന്നോ അതിലധികമോ തെറ്റുകൾ ഒന്നിനു പിറകെ ഒന്നായി അത് പ്രമാദമായ വിഷയങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുള്ള ആളുകൾ മനഃപൂർവ്വമായി അത്തരം ശുശ്രൂഷ പിന്മാറുകയും ആ ശുശ്രൂഷകൾ യോഗ്യതയുള്ള ആളുകൾ ചെയ്യുന്നതിന് അവരെ അനുവദിക്കുകയും ചെയ്യുന്നതാണ് ദൈവഹിതപ്രകാരമുള്ള സമർപ്പണം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. നാലാമത്തെ ചോദ്യം, എന്നിൽ വസിക്കാത്ത കൊമ്പുകളെ വെട്ടി തീയിലിട്ട് ചുട്ടുകളയെന്ന് ക്രിസ്തു പറഞ്ഞു. രക്ഷ നഷ്ടപ്പെടുന്ന എന്നല്ലേ അതിന്റെ അർത്ഥം? യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നിന്നാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. കർത്താവായ യേശു പറഞ്ഞു, എന്നിൽ വസിക്കുകയും ഞാൻ നിങ്ങളിൽ വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി ഫലം കായ്പാൻ കഴിയാത്ത പോലെ നിങ്ങൾക്ക് എന്നിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി ഫലം കായ്ക്കുവാൻ കഴിയില്ല. ഇതിനെ കോൺസ്റ്റന്റ് ആൻഡ് കൺസിസ്റ്റന്റ് അബൈഡിംഗ് ഓഫ് എ ബിലീവർ ഇൻ ദ പേഴ്സൺ ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് എന്നാണ് പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൽ ഒരു വിശ്വാസി നിരന്തരമായി അധിവസിക്കുന്ന അനുഭവത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ സ്വാഭാവികമായി ഒരു ചോദ്യം വരാം, എന്നിൽ വസിക്കാത്ത കൊമ്പുകളെ ഒക്കെയും ഞാൻ ചെയ്യുന്നത്, ഫലം കായ്ക്കാത്ത കൊമ്പുകളെ ഒക്കെയും ഞാൻ വെട്ടി തീയിൽ ഇട്ട് ചുട്ടുകളയുന്നു. തീയിലിട്ട് ചുട്ടുകളയുക എന്ന് പറയുന്നത് ന്യായവിധിയുടെ അടയാളമായിട്ടാണ് വേദപുസ്തകത്തിൽ പറയുന്നത്. ഇബ്രാഹിം 6-ാം അധ്യായത്തിൽ പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ടും ഭൂമി കൃഷിക്കാരന് യോഗ്യമായ ഫലം ഉളവാക്കാതെ മുള്ളും പറക്കാരെയും ജനിപ്പിക്കുന്നുവെങ്കിലോ അതിനെ ചുട്ടുകളയത്രേ അതിന്റെ അവസാനം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇബ്രാഹിം 10-ാം അധ്യായത്തിന്റെ 26 വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തിനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മല്ലെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിരാകരിക്കുകയും ചെയ്യുന്നവർ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമായി തീരും എന്ന് അറിഞ്ഞുകൊള്ളുക എന്ന് പറഞ്ഞ് താഴ്ന്നു വരുമ്പോൾ നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ എന്ന് പറഞ്ഞാണ് ആ വാക്യഭാഗം അവിടെ അവസാനിപ്പിക്കുന്നത്. ഇപ്പൊ വേദപുസ്തകത്തിലെ തീയിലിടുക എന്ന് പറയുന്നതൊക്കെ സാധാരണയായി ന്യായവിധിയെ കുറിച്ച് സൂചിപ്പിക്കുന്ന വാക്കുകളാണ്. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവടിന് കോടാലി വെച്ചിരിക്കുന്നു, നല്ല ഫലം കായ്ക്കുന്ന വൃക്ഷമൊക്കെയും വെട്ടി തീയിലിട്ട് ചുട്ടുകളയും. എന്നാൽ എന്റെ പിന്നാലെ ഒരുത്തൻ വരുന്നുണ്ട്, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കും. പരിശുദ്ധാത്മാവിലെ സ്നാനം എന്ന് പറയുന്നത് തന്റെ പിന്നാലെ വരുന്ന രക്ഷകനായ യേശു ക്രിസ്തു വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന ആത്മസ്നാനത്തെയും പിന്നെ തീയിലിട്ട് ചുട്ടുകളയുന്ന അനുഭവം വിശ്വാസികൾക്ക് ലഭിക്കുന്നതല്ല, ആ ദൈവത്തിനായ യേശു ക്രിസ്തു വിശ്വസിക്കാത്ത ആളുകൾക്ക് ലഭിക്കാൻ പോകുന്ന നിത്യമായ ശിക്ഷാവിധിയുമാണ് എന്ന് വ്യക്തമായി കർത്താവ് തന്നെ അവിടെ പറഞ്ഞ് യോഹന്നാനെ വെളിപ്പെടുത്തുകയും ചെയ്തു. എന്ന് പറഞ്ഞതുപോലെ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലും ഫലം കായ്ക്കാത്ത കൊമ്പുകളെ വെട്ടി തീയിലിട്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ അത് ശിക്ഷാവിധിയാണെന്ന് തെറ്റായി വ്യാഖ്യാനിക്കാറുണ്ട്. എന്നാൽ ഒരു വശം മനസ്സിലാക്കണം,
യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലെ വിഷയം എന്ന് പറയുന്നത് രക്ഷയല്ല, ഫലം കായ്ക്കലാണ്. അതായത് ഫ്രൂട്ട് ബെയറിംഗ് ആണ്. അപ്പോൾ രക്ഷയും ഫ്രൂട്ട് ബെയറിംഗും രണ്ടാണ്. രക്ഷിക്കപ്പെട്ടവരുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട അനുഭവമാണ് ഫ്രൂട്ട് ബെയറിംഗ്, അതായത് ഫലം കായ്ക്കുക എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഇവർ രക്ഷിക്കപ്പെട്ടവരാണ്, ക്രിസ്തുവിലായിരുന്നവരാണ്, പക്ഷേ ഫലം കായ്ക്കുന്നില്ല. ഫലം കായ്ക്കുന്നുണ്ടോ എന്ന് കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഫലം കായ്ക്കാത്തവരെ എന്ത് ചെയ്യുന്നു? വെട്ടി തീയിലിട്ട് ചുട്ടുകളയുന്നു. പറഞ്ഞു കഴിഞ്ഞാൽ മേലാൽ അത് ആ കൊമ്പിൽ വസിച്ചുകൊണ്ട് നിഷ്ഫലമാകാൻ പാടില്ല. അതിന്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണം, ഒരു കാലഘട്ടത്തിൽ ദൈവം സുവിശേഷത്തിന്റെ ശുശ്രൂഷയും ദൈവമാനത്തിന്റെ വിവേകപൂർണമായ പരിജ്ഞാനവും നൽകിയ ചെറിയ ചെറിയ സമൂഹങ്ങളുണ്ട്. നമ്മുടെ വേർപാട് സമൂഹവും ഒക്കെ അങ്ങനെയുള്ള സമൂഹമായിരുന്നു. 1824 അയർലൻഡിൽ അത് ഉണ്ടായത്. അതിനുശേഷം 1900-ന്റെ ആദ്യ യാമങ്ങളിൽ കേരളത്തിലും അത് ആവിർഭവിച്ചു. വളരെ ശുഷ്കാന്തിയോടെ ദൈവവചനം പഠിക്കാൻ തുടങ്ങി. വിദേശ മിഷണറിമാരൊക്കെ വന്നു, ദൈവവചനം പഠിപ്പിച്ചു. ഇപ്പൊ തലമുറ 4-ാമത്തെ 5-ാമത്തെ ആയി. ശരിയായ ഉപദേശം പറയുന്നതോട് വലിയ വിരോധം, ജീവിത വിശുദ്ധി ആവശ്യമാണെന്ന് പറയുന്നവരെ വലിയ ഗുരുതരമായ പ്രശ്നമുള്ളവരായി അവരെ കുറിച്ച് പറയുകയും അവരെ നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. തുറന്നു പറയുന്ന ആളുകൾക്ക് അവസരങ്ങൾ നൽകാതിരിക്കുന്നു, ഉപദ്രവിക്കുന്നു, പല നിലയിലുള്ള ദ്രോഹങ്ങൾ ചെയ്യുന്നു. അങ്ങനെ അത്രത്തോളം അധപ്പതം നമുക്കുണ്ടായി. അപ്പൊ അങ്ങനെ വരുമ്പോൾ ദൈവം എന്തറിയാമോ? ദൈവം ഈ ഫലം കായ്ക്കാത്ത കൊമ്പുകളെ, അതായത് ദൈവഹിതപ്രകാരം ക്രിസ്തുവിൽ വസിച്ചുകൊണ്ട് ദൈവത്തിന് പ്രയോജനമാകുകയും ഫലം കായ്ക്കാത്ത കൊമ്പുകളെ ദൈവം വെട്ടിക്കളയും. എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സഭയിൽ 1-2 ജനറേഷൻ അപ്പുറം കഴിഞ്ഞു കഴിയുമ്പോൾ അതൊരു സമുദായമായി മാറിക്കഴിയും. സമുദായമായി മാറിക്കഴിയുമ്പോൾ അതിന് വേദപുസ്തക പ്രകാരം അല്ലാത്ത ഒരുപാട് സംവിധാനങ്ങൾ അത് സ്വീകരിക്കും. അങ്ങനെ സ്വീകരിച്ചു കഴിയുമ്പോൾ എന്ത് ചെയ്യും? ക്രിസ്തുവിന് യോഗ്യമായ ഫലം കായ്ക്കാത്ത അനുഭവത്തിലേക്ക് അത് അതപ്പതിച്ചു പോകും, സ്പിരിച്വലി അതപ്പതിച്ചു പോകും. അങ്ങനെ വരുമ്പോൾ ദൈവം ചെയ്യും? ആ കൊമ്പുകളെ അത് വെട്ടിമാറ്റും. നിങ്ങൾ അവരെ കൊണ്ടുള്ള ശുശ്രൂഷ പിന്നെ ദൈവത്തിന് ആവശ്യമില്ല. പിന്നെ ദൈവം പുതിയ ചില കൊമ്പുകളെ മുളപ്പിക്കാൻ ചെയ്യുന്നത്. ഈ റിഡീമർ ചർച്ച് പോലെയൊക്കെയുള്ള, നമ്മുടെ സാക്രമെന്റ് ചർച്ച് പോലെയുള്ള ചില പുതിയ കൊമ്പുകൾ മുളച്ചു വരികയും ആ കൊമ്പുകൾ ചില കൊമ്പുകൾ ഫലം കായ്ക്കാൻ തുടങ്ങുകയും ചെയ്യും. ഇങ്ങനെയൊക്കെയാ ദൈവം സഭാചരിത്രത്തിൽ ചെയ്തിട്ടുള്ളതായി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതായത് ഗോഡ് ഓഫ് ദ ബൈബിൾ ഈസ് ഓൾസോ ആക്റ്റീവ് ഇൻ ദ ഹിസ്റ്ററി. ബൈബിളിലെ ദൈവം ചരിത്രത്തിലും പ്രവർത്തനം നിരതനായിരിക്കുന്ന ദൈവമാണ്. അപ്പൊ ഇവിടെ പറയുന്ന വിഷയം ശിക്ഷാവിധി അല്ല, ഫലം കായ്ക്കുന്നതിനെ കുറിച്ചാണ്. ദൈവം നിങ്ങളെ കുറിച്ച് പ്രപ്പോസ് ചെയ്യുന്നത് നിങ്ങൾ ഫലം കായ്ക്കണം. ദൈവത്തിന് യോഗ്യമാവണ്ണം ഫലം കായ്ക്കണം, ക്രിസ്തുവിന് യോഗ്യമാവണ്ണം ഫലം കായ്ക്കണം. അങ്ങനെ കായ്ക്കുന്നില്ലെങ്കിൽ ദൈവം ചെയ്യുന്നു? ഫലം കായ്ക്കാണ് നിങ്ങളുടെ സാധ്യത ഇല്ലാതെയാക്കി കളയുന്നു. അല്ലെങ്കിൽ അതിന് വേണ്ടി നിങ്ങളെ പിന്നെ ഫർദർ നർച്ചർ ചെയ്യാൻ ദൈവം തയ്യാറല്ല എന്നാ സൂചിപ്പിക്കുന്നത്. രക്ഷാനഷ്ടത്തെ കുറിച്ചല്ല ഈ വേദഭാഗം പറയുന്നത്, തെറ്റായ വ്യാഖ്യാനമാണ് എന്നത് ഓർപ്പിക്കട്ടെ. ക്വസ്റ്റ്യൻ നമ്പർ 5 now. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് ചെയ്തു പോന്ന എല്ലാ പാപങ്ങളും രക്ഷിക്കപ്പെട്ട ശേഷവും ചെയ്തു വരുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ രക്ഷാഭദ്രമാണ്. രക്ഷാഭദ്രത സംബന്ധിച്ചാണ് പല ആദ്യങ്ങളും എന്നോട് ചോദിക്കുന്നത്. കാരണം രക്ഷയുടെ ഭദ്രതയെ കുറിച്ച് ഏറ്റവും കൂടുതൽ ഈ സോഷ്യൽ മീഡിയ ആയിട്ട് സംസാരിച്ചുള്ളത് ഞാനാണ്. അതുകൊണ്ട് എന്നെ വട്ടം ചുറ്റിയ ആളുകൾ ഈ ചോദ്യം ചോദിക്കാറുണ്ട്. അപ്പൊ ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ചെയ്തു കൊടുത്ത പാപങ്ങളെല്ലാം രക്ഷിക്കപ്പെട്ട ശേഷവും അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അവന്റെ രക്ഷ ഭദ്രമാണോ എന്നുള്ള ചോദ്യം. ആദ്യം തന്നെ ഞാൻ മുൻകാലങ്ങളിൽ പറഞ്ഞുള്ള വാക്ക് ആവർത്തിക്കുന്നു. അവൻ രക്ഷിക്കപ്പെട്ടവനോ ഗുണപ്പെട്ടവനോ അല്ല. കാരണം എന്തിയാവും? ഒരുവൻ രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ രക്ഷയുടെ ചൈതന്യവും സ്വഭാവ മാറ്റവും അവനുണ്ടാവും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ചുങ്കക്കാനായിരുന്നു സക്കായി. 5 രൂപ വാങ്ങിക്കേണ്ടവന്റെ കയ്യിൽ നിന്ന് 20 രൂപ പിടിച്ചു പറിച്ചവൻ, അതാണ് 4 ഇരട്ടി വാങ്ങിച്ചുള്ളവനാണ്. അങ്ങനെ പിടിച്ചു പറിച്ചവനാണ്, ദണ്ഡനം ചെയ്ത് വാങ്ങിച്ചുള്ളവനാണ്. ആ സക്കായി യേശു ക്രിസ്തുവിനെ കണ്ടിട്ട് ഈ അത്യമരത്തിൽ നിന്ന് ഇറങ്ങി താഴോട്ട് വരുമ്പോൾ തന്നെ ഈ ഭാവം വെച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് 4 മടങ്ങായി മടക്കി കൊടുക്കുന്നു, എന്റെ വസ്തുക്കൾ പാതി ദരിദ്രം കൊടുക്കുന്നു പറഞ്ഞ ഒരു അനുതാപത്തോടെ, ഒരു ആത്മധർമ്മത്തോടെ, മാനസാന്തരത്തോടെ ഇറങ്ങി വരുന്നത്. അങ്ങനെ ഇറങ്ങി വന്ന സക്കായിയും കൂട്ടിക്കൊണ്ട് യേശു സക്കായിയുടെ വീട്ടിൽ ചെന്നു. സക്കായിയുടെ വീട്ടിൽ ചെന്ന് കർത്താവ് പറയുകയാണ്, ഇവനും അബ്രഹാമിന്റെ മകനായി തിരഞ്ഞെടുക്കിയാൽ ഇന്ന് മുതൽ ഈ വീടിന് രക്ഷപ്പെട്ടിരിക്കുന്നു. എന്നിട്ടാണ് കർത്താവ് പറഞ്ഞത്, കാണാതെ പോയതിനെ തെരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്നുള്ള പ്രശസ്തമായ വാക്യം പറഞ്ഞത്. ഒരു പാപി എന്റെ അനുഭവത്തിൽ ഞാൻ പറയാം, ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ വാസ്തവമായി നേകനായി രക്ഷിക്കപ്പെട്ടു വരുന്നവനാണ്. ഞാൻ ബാല്യത്തിൽ തന്നെ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണ്. ചുമ്മാ രക്ഷിക്കപ്പെട്ടതല്ല, റോമാലേഖനം 10:9-10 ഏറ്റു പറഞ്ഞതല്ല, കൈപൊക്കി രക്ഷിക്കപ്പെട്ടതല്ല. ഇന്നത്തെ രക്ഷയൊക്കെ അങ്ങനെയാണ്. സാധാരണ മക്കളെ അപ്പൊ കൈ താത്തിടും, യേശു ക്രിസ്തുവിന്റെ മക്കളെ കൈപൊക്കും. നിങ്ങൾ ഇന്ന് രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. വേദപുസ്തകത്തിന്റെ ലാസ്റ്റ് പേജ് എഴുതിയേക്കണം, ഇന്ന് നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ രക്ഷിക്കപ്പെട്ടല്ല ഞാൻ, സുവിശേഷം കേട്ട് ശരിയായി മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട ആളാണ്. അതുകൊണ്ട് നിങ്ങളിപ്പോ ചോദ്യത്തിലുള്ള പട്ടികപ്പെട്ട പാപങ്ങളൊന്നും രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഞാൻ ചെയ്തിട്ടില്ല. അതായത് പ്രമാദമായ പാപങ്ങളൊന്നും ചെയ്യാൻ അവസരം ഉണ്ടായിട്ടില്ല. രക്ഷിക്കപ്പെട്ട ശേഷം അത്ര പ്രമാദമായതൊന്നും ചെയ്തിട്ടില്ല.
പ്രമാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൽപ്പനാലംഘനപരമായ കാര്യങ്ങളെ സംബന്ധിച്ചാണ്. അല്ലാതെ മനുഷ്യമെന്ന നിലയിൽ മറ്റു ചില പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ അത്യാവശ്യമായിട്ട് ഏതെങ്കിലും അപൂർവ സന്ദർഭങ്ങളിൽ കള്ളം പറയുകയോ അതിശയോക്തി പറയുകയോ അല്ലെങ്കിൽ സത്യം അല്പം കൂട്ടി പറയുകയൊക്കെ ചെയ്യുന്നുണ്ടാവാം. ഇതൊക്കെ എന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഇനി അങ്ങനെ പറഞ്ഞില്ലേ നിങ്ങളവിടെ വന്ന് എന്നെ റോസ്റ്റ് ചെയ്യും. കാര്യം ഒരു പരിശുദ്ധ മാർ തീത്തോസ് എന്ന് പറഞ്ഞ എന്റെ പേരൊക്കെ ഇട്ട് എന്നെ എടുത്താണ് ഒരാഴ്ച എടുത്താട്ടും. അതുകൊണ്ട് പറയാം, മാനുഷികമായ ബലഹീനതകൾ പലതും എന്റെ ജീവിതത്തിലുണ്ട്. എന്നാൽ പ്രമാദമായ പാപം, അതായത് 7-ാം കൽപ്പന ലംഘനം, മോഷണം, പിടിച്ചുപറി, അന്യന്റെ ഭാര്യയെ മോഹിക്കുക, പിന്നെ സഹോദര മകൾ മോഷിക്കുക, ഇങ്ങനെയുള്ളതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അത് ചെയ്തിട്ടുള്ളതിൽ നിന്നുള്ളത് എനിക്ക് നല്ല ആത്മധൈര്യമുള്ളതുകൊണ്ടാണ് ചെയ്തിട്ടെന്ന് ഞാൻ പറയുന്നു. അപ്പൊ അതുകൊണ്ട് അങ്ങനെ അത് ഒരു പാപി രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവൻ ക്രിസ്തു ജനിക്കുകയാണ്. യേശു ക്രിസ്തു അവൻ രക്ഷിതാവായി ജനിക്കുകയാണ്. യേശു ക്രിസ്തു അവൻ രക്ഷിതാവായി ജനിക്കുമ്പോൾ പരിശുദ്ധാത്മ അവന്റെ ഹൃദയത്തിൽ വാസം നിറഞ്ഞു. അന്ന് മുതൽ യേശു ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുകൂലമായി അവനെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. അപ്പൊ ഒരു വിശ്വാസിയുടെ ജീവിതത്തില് മുൻകാലങ്ങളിൽ ഭാവിയായിരുന്നപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ അവന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അവൻ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ ആ പാപങ്ങളോട് അവൻ എന്നേക്കുമായി ഗുഡ് ബൈ പറയുകയാണ്. മേലാൽ ഇനിയും അവൻ ആ പാപം ചെയ്യാനോ ആ പാപം തുടരാനോ ആഗ്രഹിക്കുകയില്ല. നീ രക്ഷിക്കപ്പെടുന്ന മുമ്പ് കുടിയനായിരുന്നു, രക്ഷിക്കപ്പെട്ട ശേഷവും കുടിയനായിട്ടുണ്ടെങ്കിൽ നീ ഗുണപ്പെട്ടവനല്ലെന്ന് അതിന്റെ അർത്ഥം. 1000 പ്രാവശ്യം നീ സഭായോഗത്തിന് പോയാലും 9000 പ്രാവശ്യം പ്രസംഗിച്ചാലും ഏതെല്ലാം പ്രവർത്തനങ്ങൾ സഹകരിച്ചാലും സുവിശേഷന്മാർക്ക് കാശ് കൊടുത്താലും എന്തോ ചെയ്താലും ഗുണപ്പെട്ടതല്ലെന്ന് ദൈവത്തിന്റെ പ്രകാരം ഞാൻ പറയും. കാരണം രക്ഷിക്കപ്പെട്ടതാണെങ്കിൽ അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. രക്ഷിക്കപ്പെട്ട ദൈവത്തിന് അങ്ങനെ ചെയ്യാൻ സാധിക്കത്തില്ല. അതിന് ഞാൻ വളരെ വ്യക്തതയോടെ പല ദൃഷ്ടാന്തങ്ങളും കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അത് മദ്യപാനത്തെ കുറിച്ച് തന്നെയല്ല, പെണ്ണുപിടി ആ കൂട്ടത്തിൽ വരുന്നതാണ്. ഒരുത്തൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഒരു പെൺകേസ് ഉണ്ടാക്കിയിരിക്കുക, ഒരു പേനാ കച്ചവടം. അവനങ്ങനെ സംഭവിച്ചു. അത് ദൈവം മുൻകഴിഞ്ഞ പാപങ്ങളായി ദൈവം അതിനെ കണക്കാക്കുകയും ശിക്ഷിക്കാതെ വിടുകയും ചെയ്തു. കർത്താവായ യേശു ക്രിസ്തുവിൽ ആ പാപം ദൈവം കണക്കിടാതെ വിട്ടു. എന്നാൽ രക്ഷിക്കപ്പെട്ട ശേഷം അവൻ പെണ്ണുപിടിയാൻ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അവൻ ഗുണപ്പെട്ടവനല്ലെന്നായിരിക്കും അർത്ഥം. അവൻ രക്ഷിക്കപ്പെടുന്നതല്ല. ഇത് 2 ഉദാഹരണങ്ങൾ പറഞ്ഞാൽ അങ്ങനെ സമാനമായ ഏത് തെറ്റും വളരെ വ്യക്തം മനസ്സിലാക്കണം. രക്ഷിക്കപ്പെട്ട ശേഷവും മോഷിച്ച വിശ്വാസികളെ പോലെ നമുക്കറിയാം. അവരുടെ ഒക്കെ കമ്മലിലായിരിക്കുന്ന സമയത്ത് മേശയ്ക്കകത്ത് കൈയിട്ട് വാരി നല്ല ദിറവും കാശും ഒക്കെ എടുത്ത് അണ്ടർവെയറിന്റെ പോക്കറ്റിലൂടെ പോയിട്ടുള്ള ധാരാളം ആളുകളുണ്ട്. എന്നോട് തന്നെ നേരിട്ട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്, ദൈവം എന്നോട് ക്ഷമിക്കുകയും ചെയ്തു. അപ്പൊ ഞാൻ അതിന് ഉത്തരം പറഞ്ഞു ചോദിച്ചാൽ, ദൈവം ക്ഷമിക്കണമെങ്കിൽ ആരോട് നമ്മൾ പാപം ചെയ്തോ അവരോട് ആദ്യം പോയി ക്ഷമ പറയണം. അങ്ങനെ കർത്താവ് പറഞ്ഞത്. അപ്പൊ ഒരാള് രക്ഷിക്കപ്പെട്ട ശേഷം ഒരു 7-ാം കൽപ്പന ലംഘനം ചെയ്തു. അപ്പൊ 7-ാം കൽപ്പന ലംഘനം ചെയ്ത ഒരുത്തും ചെന്ന് ഞാൻ 7-ാം കൽപ്പന ലംഘനം ചെയ്ത് പറഞ്ഞാൽ പിന്നെ അവനെ സമൂഹത്തിൽ ആരും അംഗീകരിക്കുകയില്ല. അതുകൊണ്ട് ഈ കൽപ്പനാലംഘനം സാധാരണ ഇങ്ങനെ കൽപ്പനാലംഘനം ചെയ്തു എന്ന് പറയുകയില്ല, പറയാൻ അവർക്ക് വലിയ മടിയാണ്. അപ്പൊ ഞാൻ ഒന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെ വന്നറിയാമോ, അതിന് അവൻ ചെയ്യുന്നതിനെ ചോദിച്ചാൽ അവനിങ്ങനെ 7 വട്ടമൊക്കെ വട്ടം കറങ്ങിയൊക്കെ നടക്കും. അപ്പൊ എന്നോട് ചോദിച്ചാൽ ഉത്തരവ് ഞാൻ റെഡി മണി പോരാ. എന്നാ ഒരുത്തർ 7-ാം കൽപ്പന ചെയ്തു പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സ്ത്രീയോടുകൂടെയാണ് അവൻ 7-ാം കൽപ്പന ലംഘിച്ചത് ആ സ്ത്രീയോട് ചെയ്ത് പറയണം, ഞാൻ നിന്നോട് ഈ അപരാധം ചെയ്തു, ദൈവനാമത്തിൽ എന്നോട് ക്ഷമിക്കണം എന്ന് പറയണം. അങ്ങനെ പറഞ്ഞ ശേഷം മാത്രമേ ദൈവത്തോട് ഏറ്റു പറയാവൂ. അപ്പോൾ മാത്രമേ ദൈവം ക്ഷമിക്കുകയുള്ളൂ. അപ്പൊ ആ സ്ത്രീയോട് നീ ആ പാപം ചെയ്തേച്ച് ആ പാപം അവരോട് ഏറ്റു പറയാതെ ദൈവത്തോട് വന്ന് രഹസ്യമായി ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം തമ്പുരാൻ ക്ഷമിക്കുകയില്ല. അത് സ്വർഗത്തിൽ കെട്ടപ്പെട്ട പാപമായിട്ടേക്കും കർത്താവിന്റെ ശരീരം രക്ഷിക്കപ്പെട്ടവരാണ് ചെല്ലുമ്പോൾ നിനക്ക് അടി കിട്ടും, ശിക്ഷയും കിട്ടും. അങ്ങനെ ദൈവം പറയുന്നു. അപ്പൊ അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട ഒരു ദൈവം എന്ന ദിവ്യ സ്വഭാവത്തിന് അനുരൂപിയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്വഭാവത്തിലാണ് രക്ഷിക്കപ്പെട്ട വിശ്വാസം ഉണ്ടാകേണ്ടത്. അങ്ങനെ വരുമ്പോൾ അവൻ ചെയ്യും പാപത്തോട് അവന് യാതൊരു വാഞ്ചയുമില്ലാതെ തന്നെത്താൻ പാപ സ്വഭാവം നിന്ന് അകറ്റി സൂക്ഷിക്കും. ക്രിസ്തുവിന്റെ നീതീകരണത്താൽ അവൻ ലഭിച്ച വിശുദ്ധീകരണം പ്രായോഗിക ജീവിതത്തിൽ തുടർമാനമായി അനുഭവിച്ചുകൊണ്ട് ഒരു സാക്ഷ്യമുള്ള വിശ്വാസിയായി അല്ലെങ്കിൽ ദൈവമെതിരായി അവൻ മുമ്പോട്ട് ജീവിച്ചു പോകും. അങ്ങനെയാണ് ദൈവം പറയും. ഇനി അല്ല, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുണ്ടായിരുന്ന പല പാപ സ്വഭാവങ്ങളും രക്ഷിക്കപ്പെട്ട ശേഷവും ഒരുവൻ ഉണ്ടായെങ്കിൽ അവൻ രക്ഷിക്കപ്പെട്ടതല്ലെന്ന് എന്റെ ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു. യാതൊരു സംശയമില്ല. അടുത്ത ചോദ്യം. ലൈംഗിക പാപം ഉൾപ്പെടെ രഹസ്യ ജീവിതത്തിൽ മാലിന്യങ്ങളുള്ള ആളുകൾ തങ്ങളുടെ ധനബലത്തിന്റെ മറവിൽ ആത്മീയ ശുശ്രൂഷ ചെയ്തു വന്നാൽ അത് ദൈവം അംഗീകരിക്കുന്ന ശുശ്രൂഷ. ഇത് ചോദിച്ച പുള്ളിക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാമെന്ന് തോന്നുന്നു. ധനബലമുള്ള പല ആളുകളും പാപം ചെയ്തു കഴിഞ്ഞാൽ അവരുടെ പാപങ്ങൾ സാധാരണയായി പുറത്തു വരാറില്ല. കാരണം പണം അവരുടെ പാപങ്ങളെ ഒതുക്കിക്കളയും. വല്ല പാവപ്പെട്ടവന്റെ പ്രശ്നമല്ലേ വരുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ രാജാവായ ദാവീദ് യൂരിയാവിന്റെ ഭാര്യയെ പിടിച്ചു. യൂരിയാവിന്റെ ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. അപ്പൊ അത് കഴിഞ്ഞ് ഇവനെ മിടുക്കനായിട്ടിരിക്കുകയാണ്, രാജധാനിലിരിക്കുകയാണ്. ഊരിയാവിന് പോർക്കളത്തിൽ പോയിരിക്കുകയാണ്. അവിടെ യുദ്ധം ചെയ്യുക ഫെലിസ്തീനോട്. ഇവൻ രാജാവായി ഇങ്ങനെ ഇസ്രായേലിൽ ഇങ്ങനെ വാണുകയാണ്.
അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഏത് വിദഗ്ധമായി പാപം ചെയ്താലും മാക്സിമം 3 മാസം ഒളിച്ചു വെക്കാൻ കഴിയുക. നമ്മൾ കണ്ട് ഒരു ചൊല്ലുണ്ട്, മോശക്കുഞ്ഞിനെ 3 മാസം ഒളിച്ചു വെക്കാൻ പറ്റുള്ളൂ, 4-ാം മാസം ആകുമ്പോൾ കരച്ചിന്റെ ശബ്ദം കേൾക്കും. അപ്പൊ ബർശേബയുടെ വയറ് വീർത്തു വന്നു കഴിഞ്ഞപ്പോൾ അത് അയൽവക്കക്കാരറിഞ്ഞു, ബർശേബ അറിഞ്ഞു, പിന്നെ ഊരിയാവ് ഇടയ്ക്ക് പോർക്കളന്ന് വന്നിട്ടുണ്ടെങ്കിൽ അവൻ അറിഞ്ഞു, നാട്ടുകാരറിഞ്ഞു, പലരും അറിഞ്ഞു. അപ്പൊ അവൾ ആളയച്ച് ദാവീദിനോട് പറഞ്ഞു, ഞാൻ പ്രഗ്നന്റാ. അപ്പൊ അടുത്ത പരിപാടി എന്തറിയാമോ? അവൻ വേഗത്തിൽ ഊരിയാവിനെ വിളിച്ചു വരുത്തി അവനെ പടം മൂക്കുന്ന സ്ഥലത്ത് നിർത്തി കൊല്ലാനുള്ള ക്രമീകരണം ചെയ്ത് ഒരു എഴുത്തെഴുതി കമാൻഡർ ചീഫിന്റെ കയ്യിൽ യോവാബിന്റെ കൊടുക്കാൻ വേണ്ടി അവന്റെ നെഞ്ചത്തുള്ള പോക്കറ്റിൽ തന്നെ എടുത്തു കൊടുത്തായിരുന്നു. അങ്ങനെ ഊരിയാവിനെ കൊന്നു. ഇത് കൊന്നു കഴിഞ്ഞ് നാഥാൻ പ്രവാചകൻ ദാവീദിനടുക്കൽ വന്നു. ദാവീദിനടുക്കൽ വന്ന് മനോഹരമായ ഒരു കഥ എന്ന് പറഞ്ഞു. നമ്മുടെ രാജ്യത്ത് പാവപ്പെട്ട ഒരു മനുഷ്യന്റെ വീട്ടില് ഒരു അതിഥി വന്നു. അതിഥി വന്നപ്പോൾ അവന് മട്ടൺ ചാപ്സ് കൊടുക്കാൻ വേണ്ടി അവന്റെ വീട്ടിൽ ധാരാളം ആടുകൾ ഉണ്ടായിരിക്കെ ആ ആടുകൾ ഒന്നിനെ പോലും അവൻ കൊന്ന് കറി ഉണ്ടാക്കാതെ പാവപ്പെട്ട ഒരു മനുഷ്യൻ ഒരാടുണ്ടായിരുന്നു. ആ ആടിനെ പിടിച്ച് സ്ലോപ്പ് ചെയ്ത് അതിനെ ചാപ്സാക്കി അവരുടെ ഇത് കൊടുത്തു. ഇത് കേട്ടപ്പോൾ ദാവീദിന്റെ കോപം വളരെ ജ്വലിച്ചു. എനിക്ക് ആ കോപത്തെ കുറിച്ച് ഇപ്പോഴും തമാശയുള്ള കോപമായിട്ട് മനസ്സിലാക്കി കഴിയും. അറിയാമോ? അപകടിച്ചു. അവൻ ദാവീദ് സിംഹാസനം ഇത് പറയണം, അവൻ ആരായാലും മരിക്കണം. തന്റെ സ്വന്തം തെറ്റിന്റെ മരണവിധി തന്നെത്താൻ എഴുതിയ മനുഷ്യനാണ് ദാവീദ്. ഉടനെ നാഥാൻ ദാവീദിന്റെ നെഞ്ചത്ത് വിരലിലൂടെ പറഞ്ഞു, ആ മനുഷ്യൻ നീ തന്നെ. അവിടെ ദാവീദ് തന്നെത്താൻ നീതീകരിക്കാൻ ശ്രമിച്ചില്ല. അതാണ് 32-ാം സങ്കീർത്തനം 51-ാം സങ്കീർത്തനം. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമാനുള്ളത് ഞാൻ ചെയ്തു. സംസാരിക്കുമ്പോൾ നീ നീതിമാനായി, വിധിക്കുമ്പോൾ നിർമ്മലനായിരിക്കണത് ഈ സോപ്പുകൊണ്ട് എന്നെ കഴിയണമേ. അവൻ തന്റെ കിടക്കമേൽ കയറി അവൻ കമന്ന് കിടന്ന് ദൈവസ്ഥനിൽ പ്രാർത്ഥിച്ചു, കരഞ്ഞു. സ്പർജൻ 51-ാം സങ്കീർത്തന വ്യാഖ്യാനം എഴുതുമ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതായത് ഡേവിഡ് നെവർ ഡിഫെൻഡഡ് അഗൈൻസ്റ്റ് ഹിസ് സിൻ. തന്റെ പാപത്തെ ദൈവസ്ഥനിൽ നീതീകരിക്കാൻ അവനെ ന്യായീകരിക്കാൻ തയ്യാറായില്ല. ഹി വെന്റ് അപ്പ് ടു ഹിസ് ബെഡ്. അവിടെ ചെന്നിട്ട് അവൻ ചെയ്ത് വലിയ വായിൽ കരഞ്ഞു, നിന്നോട് തന്നെയാണ് ഞാൻ പാപം ചെയ്ത് പറഞ്ഞു. വാസ്തവത്തില് ജീവിതത്തിന്റെ രഹസ്യ വശത്ത് ഗുരുതരമായ പാപം അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ ഞാൻ ആഗ്രഹിക്കുന്നു. ലൈംഗിക പാപങ്ങളൊക്കെ ചെയ്യുന്ന പല ആളുകളുണ്ടെന്ന് ഈ നാളുകളിലെ ചില ചർച്ചകളൊക്കെ ചില സ്ഥലങ്ങളിൽ നടക്കുന്നതുകൊണ്ടൊക്കെ ഞാൻ കാണുമ്പോൾ മനസ്സിലാക്കുന്നു. അപ്പൊ എനിക്ക് ഈ ഫീൽഡിൽ വലിയ പരിചയമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ സാധാരണ ശ്രദ്ധിക്കാറില്ല, അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യാറുമില്ല, കേൾക്കാൻ ഇഷ്ടപ്പെടാറുമില്ല. എന്നാൽ പല കാര്യങ്ങളും കേൾക്കുമ്പോൾ വളരെ വിഷമം തോന്നാറുണ്ട്. ജീവിതത്തിലെ ദൈവം തമ്പുരാൻ ഒരുവനൊരു ഭാര്യയെ കൊടുത്താൽ അവന്റെ ജീവിതകാലം മുഴുവൻ അവളോട് വിശ്വസ്തനായി അവൾ ഇരിക്കണമെന്നാണ് ദൈവം പറയുന്നത്. അപ്പൊ മലാക്കി പ്രവാചകൻ പറയുമ്പോൾ ഷീ ഈസ് ദ വൈഫ് ഓഫ് യുവർ യൂത്ത്, നിന്റെ യൗവനകാലത്തെ ഭാര്യയാണെന്നാണ് പറയുന്നത്. അപ്പൊ അവളോട് വിശ്വസ്തനായി എന്നാ പറയുന്നത്. വിശ്വസ്തനാകാതെ മതിലി ചാടുന്ന വിശ്വാസികൾ, മതിലും പറമ്പും ചാടുന്ന ഉപദേശിമാരും, മതിലും പറമ്പിന് പുറത്തുള്ള വേലിയും ചാടുന്ന പാസ്റ്റർമാരും ഉണ്ടെന്നാണ് ഞാൻ എന്റെ പരിമിതമായ അറിവിൽ കൂടി മനസ്സിലാക്കുന്നത്. അപ്പൊ ഇതിനെല്ലാം ദൈവം ശിക്ഷ വിധിക്കും. ഇപ്പൊ തന്നെ എയ്ഡ്സ് എന്ന് പറയുന്ന മരണകരമായ രോഗമുണ്ട്. ആ രോഗത്തെക്കുറിച്ച് അത് പാവം പിടിച്ച ആഫ്രിക്കൻ കുരങ്ങിന്റെ നെഞ്ചത്താണ് ഇത് കണ്ടുപിടിച്ച സമയത്ത് കൊണ്ടുവച്ചത്. കാര്യം അറിയാമോ? ആഫ്രിക്കൻ കുരങ്ങിന്റെ മേൽ നിന്ന് ഇതുകൊണ്ട് കിട്ടിയത്. ആഫ്രിക്കൻ കുരങ്ങ് എന്തോ ചെയ്തു? കുരങ്ങ് മര്യാദയ്ക്ക് ആഫ്രിക്കയിൽ ജീവിക്കുന്നു. മനുഷ്യൻ തന്റെ ജീവിതത്തിൽ വിശ്വസ്തനാകുന്നതുകൊണ്ട്, പരസ്ത്രീ ബന്ധമുള്ളതുകൊണ്ട്, കണ്ട വഴിയൊക്കെ നടന്നുകൊണ്ട് അവൻ സമ്പാദിച്ചാണ്. എയ്ഡ്സിന്റെ ഫുൾ ഫോം തന്നെ അത് പറയുന്നു, ആക്വേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്നാണ് പേര്. അവൻ നേടിയതാ, സമ്പാദിച്ചതാ, വേറെ ആരും കൊടുത്താല്ല. അത് മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അതൊക്കെ വെച്ചാലും വേദപുസ്തകം കയ്യിലെടുത്തുകൊണ്ട് പ്രസംഗിക്കാനും പ്രാർത്ഥിക്കാനും സ്തോത്രം ചെയ്യാനും ശുശ്രൂഷ ചെയ്യാനും നാട് നീളെ നെഞ്ചു വെച്ച് നടക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. ഇത് ആരും അറിയുന്നെന്നാണ് ചിന്തിക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കണം, എബ്രായരും 13 അപ്പോസ്തലൻ പറയുകയാണ്, സകലവും അവന് 12 സകലവും അവന്റെ മുമ്പാകെ നഗ്നവും മലർന്നതുമായി കിടക്കുന്നു, അവനോടത്രേ നമുക്ക് കാര്യമുള്ളത്. അപ്പൊ നമ്മുടെ ദൈവത്തിന്റെ കണ്ണ് മറച്ച് ചെയ്യാവുന്ന ഒരു പാപവുമില്ല. അപ്പൊ എത്ര ധനസമൃദ്ധി കൊണ്ട്, പണത്തിന്റെ പെരുപ്പമുണ്ട്, ബന്ധുബലമുണ്ട്, അല്ലെങ്കിൽ ആളുകളുടെ സ്വാധീനം കൊണ്ട്, സമൂഹത്തിലുള്ള സ്വാധീനം കൊണ്ട് ഇതുപോലെയുള്ള മ്ലേച്ഛമായ പാപങ്ങളെ മറച്ചു വെച്ചാലും ദൈവത്തിന്റെ മുമ്പാകെ ഇതൊരിക്കലും മറയ്ക്കപ്പെടുന്നില്ല. അത് തുറന്നതായി നഗ്നവും മലർന്നതുമായി തന്നെ കിടക്കുന്നു. പണത്തിന് ഒരളവ് വരെ സകല അതിക്രമങ്ങളെയും മറയ്ക്കാൻ സാധിക്കും. അത് കാരണയോ ഈ സമ്മാനം രാജാവിന്റെ നീതിയെ മറച്ചു കളയുന്നുണ്ട് സദൃശവാക്യം പറയുന്നു. അങ്ങനെ സംഭവിക്കാം. പക്ഷെ ദൈവത്തിന്റെ നീതിയുടെ മുമ്പാകെ ഒരിക്കലും അതിന് ഒരു മറവും ഉണ്ടായിരിക്കില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആ ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ നോക്കുന്നു. അടുത്ത ചോദ്യം, ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ വെളിപ്പെടുന്ന പാപങ്ങൾ ഏതെല്ലാമാണ്? അവിടെ വിശ്വാസികൾക്ക് ശിക്ഷ ലഭിക്കും. ഒടുവിലത്തെ ചോദ്യം, 7ാമത്തെ ചോദ്യം, അതായത് 7 മുദ്രകൾ
7 കാഹളങ്ങൾ എന്നൊക്കെ പറഞ്ഞ പോലെ 7 ചോദ്യങ്ങളാണ് ഞാൻ മിക്കവാറും ഒക്കെ ഉത്തരം പറയുന്നത്. കാര്യം സമയത്തിന്റെ പരിമിതി വേണമല്ലോ. കർത്താവിന്റെ ന്യായാസനം മുമ്പാകെ ഏതെല്ലാം പാപങ്ങളാണ് വെളിപ്പെടുന്നത് അവിടെ വിശ്വാസികൾ ശിക്ഷിക്കപ്പെടും. നല്ല ചോദ്യമാണ്. 2 വാക്യങ്ങളാണ് ക്രിസ്തുവിന്റെ ന്യായാസനത്തെ കുറിച്ച് പുതിയ പറയുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. അവനവൻ ശരീരത്തിലേക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകലും തീയതാകലും തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനം മുമ്പാകെ നിൽക്കേണ്ടതാകും. ഇതാണ് 2 കൊരിന്ത്യർ 5:10 പറയുന്നത്. അവിടെ നാം എല്ലാവരും പറയുമ്പോൾ കൊരിന്ത്യർക്ക് ലേഖനം എഴുതുന്ന പൗലോസ് അപ്പോസ്തലനും കൊരിന്ത്യർ ലേഖനം വായിക്കുന്ന വിശ്വാസികൾ, കൊരിന്ത്യർ വായിച്ചത് മുതൽ ഇന്ന് വരെയുള്ള സകല വിശ്വാസികളും അത് ഉൾപ്പെടുന്നതാണ് നാം എന്ന് പറയുന്ന പ്രയോഗം. 2, നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനം മുമ്പാകെ കണ്ടതാകും. റോമാലേഖനം 14-ാം അധ്യായത്തിന്റെ 10-ാം വാക്യമാണ് 2-ാമത്തെ വാക്യം. അല്ല, നീ സഹോദരനെ വിധിക്കുന്നത് എന്ത്? നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനം മുമ്പാകെ നിൽക്കേണ്ടതാകും. അപ്പൊ ഒരിടത്ത് ക്രിസ്തുവിന്റെ ന്യായാസനമെന്നും വേറൊരു ഭാഗത്ത് ദൈവത്തിന്റെ ന്യായാസനം പറയുന്നു. വിശ്വാസികളായ നാം രക്ഷിക്കപ്പെട്ട ദിവസത്തിന് തൊട്ടു മുമ്പ് വരെയുള്ള പാപങ്ങളെയെല്ലാം ദൈവം അറിയായ്മയുടെ കാലങ്ങളായി എണ്ണി ക്രിസ്തുവിന്റെ ക്രൂശമരണത്തിൽ അതിന് ശിക്ഷ വിധിച്ചു. ആ പാപങ്ങൾക്കൊന്നും ഒരു ശിക്ഷയും ഇരയില്ല. അതായത് നിങ്ങൾ ഒരാള് 55-ാമത്തെ വയസ്സിലാണ് രക്ഷിക്കപ്പെടുക ചിന്തിക്കുക. 55 വയസ്സ് വരെ സകലവിധ കോമാളിത്തരങ്ങളും എല്ലാ ആവാസനങ്ങളും എല്ലാ കൊള്ളതായ്മകളും എല്ലാ പാപങ്ങളും നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അന്ന് വരെയുള്ള എല്ലാ പാപങ്ങളും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശമരണത്തിൽ ദൈവം ശിക്ഷ വിധിച്ചതായി കണക്കിട്ടിട്ട് നിങ്ങളെ നീതിമാന്മാരായി പ്രഖ്യാപിച്ച് വെറുതെ അയക്കുന്നു. നിങ്ങൾക്ക് അതിലൊരു ശിക്ഷയില്ല. അതുകൊണ്ടാണ് ദൈവം മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുന്നത്. ശിക്ഷിക്കാതെ നിമിത്തം താൻ നീതിമാനും യേശു ക്രിസ്തുവിലെ വിശ്വസിക്കുന്നവരെ നീതീകരിക്കുന്നവരുമാകുന്നു റോമാലേഖനം പറയുന്നത്. മുൻകഴിഞ്ഞ പാപങ്ങളെ ദൈവം ശിക്ഷിക്കുന്നില്ല. എന്നാൽ 55-ാമത്തെ വയസ്സിൽ നീ രക്ഷിക്കപ്പെട്ടത് മുതൽ 85 വയസ്സ് വരെ ജീവിച്ചു ചിന്തിക്കുക. 55 മുതൽ 85 വരെ ജീവിച്ചപ്പോൾ രക്ഷിക്കപ്പെട്ട ശേഷം 35 വർഷം കൂടെ ജീവിച്ചു. 30 വർഷം കൂടെ ഈ രക്ഷിക്കപ്പെട്ട നിമിഷം മുതൽ 85-ാമത്തെ വയസ്സിൽ അന്ത്യശ്വാസം പോകുന്നവരെ ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ചെയ്തു പോയ എല്ലാ പാപങ്ങളും അതാത് സമയത്ത് കർത്താവിനോട് നേരിട്ട് ഏറ്റു പറഞ്ഞു. മുമ്പേ പറഞ്ഞ പോലെ വ്യക്തിയോട് ചെയ്ത പാപമാണെങ്കിൽ വ്യക്തിയോട് പറഞ്ഞ ശേഷം കർത്താവിനോട് പറയണം. പിന്നെ മനസ്സാക്ഷി ചെയ്ത പാപമാണെങ്കിൽ ദൈവത്തോട് ഏറ്റു പറയണം. അങ്ങനെ ഏറ്റു പറഞ്ഞ് ദൈവസ്ഥലിൽ ഉപേക്ഷിക്കണം. ഇതിനെക്കുറിച്ചാണ് കർത്താവ് യേശു മത്തായി സുവിശേഷം പറയുമ്പോൾ നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അടിക്കുന്നതെല്ലാം സ്വർഗത്തിലും അടിഞ്ഞിരിക്കും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്റെ ഇടതുഭാഗത്ത് ഇപ്പോൾ ഇരിക്കുന്ന എന്റെ ഭാര്യയോട് ഗുരുതരമായൊരു തെറ്റു ചെയ്തു ചിന്തിക്കുക. അതിനുശേഷം ഞാൻ കുറെ ദിവസം ആ പുള്ളിക്കാരോട് മിണ്ടാതൊക്കെ ഇരുന്ന ശേഷം ഒരു പരുവത്തിലായി പിന്നെ കഞ്ഞിയും കറിയൊക്കെ വെച്ച് ചെന്ന് കഴിച്ചു ചിന്തിക്കുക. ഞങ്ങൾ അങ്ങനെ വഴക്കൊന്നുമില്ല, എന്നാൽ വഴക്ക് ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ ചുമ്മാ ഹൃദയവാസം ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്നാലും കേട്ടോ, എന്നാൽ ഞാൻ എന്ത് ചെയ്യണം? ഞാനൊരു ദൈവത്തിലാണെങ്കിൽ ഞാൻ ആ ഭാര്യയോട് പറയണം, പ്രിയപ്പെട്ടവളെ ഞാൻ നിന്നോട് ദേഷ്യപ്പെട്ട് അങ്ങനെയൊക്കെ പറഞ്ഞു പോയി അല്ലെങ്കിൽ ചെയ്തു പോയി, ദൈവനാമത്തിൽ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് നിരപ്പ് പ്രാപിക്കണം. അങ്ങനെ നിരപ്പ് പ്രാപിക്കാതെ ആ പാപം എന്റെ മനസ്സിൽ വെച്ചേക്കാണെങ്കിൽ അതിനെ കെട്ടപ്പെട്ട പാപമായിട്ടാണ് ദൈവം കണക്കാക്കുന്നത്. ഇത് ഭാര്യയോട് മാത്രമല്ല, ഭാര്യയോടായാലും മക്കളോടായാലും സഹോദരന്മാരോടായാലും ലോകത്തിൽ ആരോടായാലും നാം ചെയ്തു പോയ തെറ്റുകളെ എന്ത് ചെയ്യണം? രക്ഷിക്കപ്പെട്ട ശേഷമുള്ളവരെ അതാത് സമയത്ത് ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവത്തോട് നിരപ്പ് പ്രാപിക്കണം. അതിനാണ് നിരപ്പിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത്. അങ്ങനെ നിരപ്പ് പ്രാപിക്കാത്ത പാപങ്ങളുടെ ഏടുകളുമായി ഒരുവൻ മരിച്ചുപോയാൽ അതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. വേദവശം പറയുന്നു, അന്ന് അവിടെ കർത്താവ് ന്യായാസനം മുമ്പാകെ ദൈവം അവൻ ഇരുളിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഓരോരുത്തരുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം അവനെ പ്രതിഫലം നൽകും എന്നാ പറയുന്നത്. അപ്പൊ ഇരുളിൽ മറഞ്ഞിരിക്കുന്നത് ഒരുത്തൻ വിശ്വാസിയായ ശേഷം അധമമായൊരു പാപം ചെയ്യുകയും ആ പാപം അവൻ മറച്ചു വെക്കുകയും ചെയ്തു. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ തനിക്ക് സ്വന്തം ഭാര്യ ഉണ്ടായിരിക്കെ അന്യന്റെ ഭാര്യയെ രക്ഷിക്കപ്പെട്ട ശേഷം അവൻ അപഹരിച്ചു. ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന നിലയിൽ പൂച്ച പാല് കുടിക്കുന്ന പോലെ ശിക്ഷമുള്ള ജീവിതത്തിൽ അവൻ ജീവിച്ചാൽ ഭാര്യ അത് അറിഞ്ഞിട്ടില്ല, അല്ലെ ഭർത്താവ് അത് അറിഞ്ഞിട്ടില്ല, കർത്താവിന് സ്ഥലത്ത് കെട്ടപ്പെട്ടതാണ്. കർത്താവ് ന്യായാസനം നൽകുമ്പോൾ ഇരുട്ടിൽ മറച്ചു വെച്ച ഈ സംഗതി കർത്താവിന്റെയും വെളിച്ചത്താക്കി അവന്റെ പ്രവൃത്തിക്ക് തക്കോണം അവനെ വിധിക്കും. അങ്ങനെ വിധിക്കുമ്പോൾ ഓരോരുത്തരും അവന്റെ മുമ്പാകെ പുകഴ്ചയിൽ ലജ്ജയും ഉണ്ടാകും എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഈ ലോകത്തിൽ നിങ്ങളെ ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങള് കർത്താവെ എന്ന് വിളിക്കുന്നെങ്കിൽ അതായത് ഈ ലോകത്തിൽ നിങ്ങളെ ന്യായം വിധിക്കുന്നവരെ നിങ്ങൾ യജമാനനെ എന്ന് വിളിക്കുന്നെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പിന്റെ പത്രോസ് പറഞ്ഞത്. അപ്പൊ നമ്മൾ കർത്താവിന്റെ സമയം നിൽക്കുമ്പോൾ
നമ്മുടെ ജീവിതത്തിൽ ഏറ്റുപറയാത്തതായി, ഉപേക്ഷിക്കപ്പെടാത്തതായി, ദൈവസ്ഥ നിരപ്രാപിക്കാത്തതായി ഏതെല്ലാം പാപങ്ങൾ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ നിരൂപണങ്ങൾ കൊണ്ടോ ഒക്കെ ഉണ്ടായിട്ടുള്ളത് അതെല്ലാം കെട്ടപ്പെട്ടതായി ഇരിക്കും. മനുഷ്യനെ കാണാൻ കഴിയാതെ ഇരുൾ മറഞ്ഞതായി ഇരിക്കുന്നതാണ്. അവയെ ദൈവം വെളിച്ചത്തെ കൊണ്ടുവരും. വെളിച്ചത്ത് കൊണ്ടുവരുമ്പോൾ ആ പ്രവൃത്തികൾ വെളിപ്പെടുന്ന ദിവസം ആ പ്രവൃത്തിക്കനുസരിച്ച് ന്യായം ഉണ്ടാകും. അത് നമ്മുടെ പ്രതിഫലത്തെ തക്കതായി ബാധിക്കും തന്നെയല്ല, പല ആൾക്കാർക്കും ദൈവസ്ഥൻ എന്നോട് ആൾ ചോദിച്ചു, പുനരുത്ഥാന ശരീരത്തിൽ കർത്താവ് നിൽക്കുമ്പോൾ നമ്മൾ ലജ്ജിക്കുമോ? നിശ്ചയമായും ലജ്ജിക്കും. ലജ്ജ ഉണ്ടാക്കാറിയാവോ? അവിടെ മാതാപിതാക്കള്, സഹോദരന്മാരെ, നമ്മുടെ പ്രിയപ്പെട്ടവരെ, ബന്ധുക്കളെ ഇവിടെ നല്ലവെള്ള ചമഞ്ഞ് ഓരോ ഞായറാഴ്ചയും വന്ന് കർത്താവ് നല്ലവനും വല്ലവനായിരുന്നു സാക്ഷ്യം പറഞ്ഞ് ഒക്കെ ജീവിച്ചു വന്ന നമ്മുടെ ജീവിതത്തിന്റെ അറിയപ്പെടാത്ത ഭാണ്ഡങ്ങളെ അവിടെ അടിക്കുമ്പോൾ അതെല്ലാം അവിടെ എന്നാൽ പിന്നെ വേർപാടുകാർക്ക് ഒരു ഒരു ഉപദേശം ഞാൻ കണ്ടെത്തിയിരുന്നു. അത് ഞാൻ വേർപാടുകാരനാണ്, ഞാൻ വിശ്വസിക്കാത്ത. അതായത് യോസേഫ് തന്റെ സഹോദരന്മാർക്ക് തന്നെത്താൻ വെളിപ്പെടുത്തിയപ്പോൾ മിസ്രൈമിലെ ഉദ്യോഗസ്ഥന്മാരെ എല്ലാം ഡൈനിങ് റൂമിൽ നിന്ന് പുറത്താക്കിയതാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെ അതുപോലെ കർത്താവ് സഭയെ ന്യായം വിധിക്കുമ്പോൾ വേറെ ആരെയും കാണാതെ പാത്ത് ന്യായം വിധിക്കുന്നത് പഠിപ്പിക്കുകയുള്ളൂ. എന്ന് വിചാരിച്ചിരിക്കേണ്ട, ചെയ്ത സകല പ്രവൃത്തികളും സ്വർഗത്തിലെ ദൂതന്മാരുടെയും സകല വിശുദ്ധന്മാരുടെയും സിറാഫുകളുടെയും പിന്നെ മാലാകന്മാരുടെയും എല്ലാം മുമ്പാകെ നിശ്ചയമായും അത് വെളിവായി വരികയും അത് വെളിപ്പെടുത്തപ്പെടുകയും അവിടെ വെച്ച് കർത്താവ് അതിനെ ന്യായം വിധിച്ച് പ്രതിഫലങ്ങളിൽ ഏറ്റക്കുറിച്ച് ഉണ്ടാകുകയും ചെയ്യുമ്പോൾ പലർക്കും ലജ്ജയുണ്ടാകും. ഒരു പക്ഷേ ഞാനും ലജ്ജിക്കപ്പെട്ടു പോകുന്ന പല കാര്യങ്ങളും എന്റെ ജീവിതത്തിൽ ഉണ്ടാവാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞ ശേഷം ഞാൻ പരിശുദ്ധനാണെന്ന് പറയാനല്ല. അപ്പൊ എന്റെ ജീവിതത്തില് ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കപ്പെടാത്ത പാപങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് കെട്ടപ്പെട്ട അവിടേക്കാണ്, അത് വെളിപ്പെട്ടു വരും എന്നാണ് ദൈവവചനം പറയുന്നത്. അതനുസരിച്ചാണ് നമുക്ക് പ്രതിഫലം ലഭിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മുടെ വിശ്വാസ ജീവിതയാത്ര എത്രയും ദൈവഭയത്തോടും വിശുദ്ധിയോടും വിവേകത്തോടും ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠതയിലും മുമ്പോട്ട് നയിപ്പാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുന്നതിന് ദൈവസന്നിധി നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് വേണം നമ്മുടെ ക്രിസ്ത്യ ജീവിതം മുൻപോട്ട് തുടരുവാൻ. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. എന്നോട് ആളുകൾ ചോദിച്ച 7 ചോദ്യങ്ങളുടെ പരിമിതമായ ഉത്തരങ്ങളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു വീഡിയോയുമായി ഇനിയും വീണ്ടും കാണുന്നവരെയും നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്തുവിൽ ഞങ്ങൾക്കുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. കർത്താവിന്റെ ശുശ്രൂഷയിൽ സുവിശേഷകൻ ടൈറ്റസ് ആൻഡ് ഭാര്യ ബീന ഫ്രം ഇടയാറുമുള്ള